ആൻറ്റിയെ കുറേ വിളിച്ചു. ആരും വിളി കേൾക്കാത്തതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ ആൻറ്റി നല്ല ഉറക്കമാണ്. ഇനി ഞാനായിട്ട് വിളിച്ചിടത്തുണ്ടെന്ന് കരുതി ഞാൻ മെല്ലെ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നു. അങ്ങേര് കസേരയിൽ നിന്ന് കാര്യമായിട്ട് എന്തോ വായിക്കുകയാണ്. ഞാൻ ഡോറിൽ നൈസായിട്ടൊന്ന് തട്ടി. മുഖമുയർത്തി ഗൗരവത്തോടെ എന്നെ നോക്കി. ഞാനും കട്ടക്ക് നിന്നു. മെല്ലെ ബുക്ക് ഉയർത്തി കാണിച്ചപ്പോൾ അവിടെ വെച്ചോളാൻ ആംഗ്യം കാണിച്ചു. ബുക്ക് വെക്കാൻ തിരിഞ്ഞപ്പോൾ എൻ്റെ പിന്നിൽ അങ്ങേര് നിൽക്കുന്നുണ്ടെന്ന് മുന്നിൽ കണ്ട നിഴല് തെളിയിച്ചു. തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് തന്നെ ആ കൈകൾ എന്നെ സ്വന്തമാക്കി. പെരുവിരലിന്നൊരു തരിപ്പ് മിസൈൽ പോലെ പാഞ്ഞു ചെന്ന് ഉച്ചിയിലെത്തി. നെഞ്ചിരിപ്പിൻ്റെ ശബ്ദം കേട്ട് ചെവി അടിച്ചു പോകുന്ന അവസ്ഥയിലായി. സോറി, ഞാനൊന്ന് വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നീയല്ലാതെ എടുത്തെന്ന് എനിക്കറിയാമായിരുന്നു. പൂജാരിയുടെ നിശ്വാസം എൻ്റെ കാതുകളെ പുണർന്നപ്പോൾ സകല രോമങ്ങളും അറ്റൻഷനായി. പക്ഷെ നീ ഓരോ പണി പോയി പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് കണ്ടപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിനാ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ്. നീ സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. അങ്ങനെ ആയിരുന്നല്ലോ നീ. ഞാനറിഞ്ഞോ നീ ഇത്ര തൊട്ടാവാടിയാണെന്ന്? ഒരു ഹരിശ്ചന്ദ്രൻ വന്നിരിക്കുന്നു. ഇതിലൊന്നും നീ പതറാൻ പാടില്ല വൈശാലി. ഇയാൾ ഇതിലും വലുതൊക്കെ പറയും, പക്ഷെ വിട്ടുകൊടുക്കരുത്. ബോധമില്ലാതെ കിടന്ന നാവിനെ ഞാൻ ചവിട്ടി താഴെയിട്ട് എണീപ്പിച്ചു. വിട്ട ഞാൻ കുതിരി മാറാൻ ശ്രമിച്ചു. എങ്ങേര് വിടുന്ന ലക്ഷണമൊന്നുമില്ല. ഞാൻ കുനിഞ്ഞെന്ന് കയ്യിൽ കടിക്കാൻ നോക്കിയപ്പോൾ അങ്ങേര് പെട്ടെന്ന് പിടിവിട്ടു. അതെനിക്കിഷ്ടമായി. ഞാനൊന്ന് ഇളിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് വെട്ടിത്തിരിഞ്ഞടന്നു അങ്ങേരെൻ്റെ മുമ്പിൽ കയറി നിന്നു. എന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽപ്പാണ്. വഴിന്ന് മാറിക്കോ, എനിക്ക് പോണം. നീ പോണ്ട. ഞാൻ ആൻറ്റിയെ വിളിക്കൂട്ടോ. ആഹാ, നീ വിളിക്കുമോ? ആ, വിളിക്കും. എന്നാ വിളിക്ക്. വിളിക്കാനാഞ്ഞതും ഒരൊറ്റ കുതിപ്പിന് അങ്ങേരെൻ്റെ വാവുത്തി മറ്റേ കൈ കൊണ്ട് എൻ്റെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് എൻ്റെ കണ്ണിലേക്ക് അങ്ങനെ നോക്കി നിന്നു. ലവ് ബേഡ്സുകൾ പലതും ചിറകിട്ടടിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ മുഖത്തു നിന്ന് ഓട്ടം മാറ്റി. എന്നോട് അടുക്കും തോറും ഞാൻ അകന്നു മാറി. അവസാനം ഞാൻ ചുമരിൽ തട്ടി നിന്നപ്പോൾ അങ്ങേരുടെ മുഖത്തൊരു വിജയഭാവം തത്തിക്കളിക്കുന്ന ഞാൻ കണ്ടു. നെഞ്ചിന്ന് വീണ്ടും ബാൻറ്റടി ഉയർന്നു. പുള്ളിക്കാരൻ്റെ ശ്വാസം എൻ്റെ മുഖത്തടിച്ചപ്പോൾ ഞാൻ നിന്ന് വിയർക്കാൻ തുടങ്ങി. നാവൊക്കെ മരുഭൂമി പോലെയായി. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അങ്ങേരെന്നെ വാരിപ്പുണർന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എന്നിൽ നിന്ന് അകന്നു മാറി കുനിഞ്ഞു പോയ എൻ്റെ മുഖം പിടിച്ചുയർത്തി. എന്നോ എന്നിൽ മുട്ടിട്ട പ്രണയം മനസ്സിൽ പൂത്തുലഞ്ഞ് സുഗന്ധം പരത്തി. അമ്മക്ക് നല്ലൊരു മരുമോളെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കണ്ണിൽ കുസൃതി നിറച്ച് എന്നെ നോക്കിയൊരു ആത്മകഥം പോലെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങേരെയൊന്ന് കൂർപ്പിച്ച് നോക്കിയ ശേഷം മുന്നോട്ട് നടന്നു നീങ്ങി. എന്നിട്ട് തിരിഞ്ഞെന്ന് കുറച്ച് പുച്ഛം വാരി വിതറി. പക്ഷെ മനസ്സിലൊരു ശിങ്കാരി മേളം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഭൂമിയിലല്ല നിൽക്കുന്നതെന്ന് തോന്നിപ്പോയി. എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞപ്പോൾ അങ്ങേരുടെ നെഞ്ചെന്ന് നീറിയെന്നത് എന്നെ പുളകം കൊള്ളിച്ചു. അത്രയും നേരം പിടിച്ചു നിർത്തിയ സകല ലവ് ബേഡ്സിനെയും ഞാൻ പറത്തിവിട്ടു. അങ്ങേരെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ കുടിലല്ല കൊട്ടാരം കെട്ടി പാർപ്പിച്ചു. വീട്ടിൽ പോയി ബെഡിലേക്കൊരു വീഴ്ചയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. അതിനങ്ങേരനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലല്ലോ. നിമിഷ നേരം കൊണ്ട് മനസ്സിൽ വീണ മഞ്ഞുകട്ടകളൊക്കെ കരിഞ്ഞു പോയി. ശരിയാണ്, അങ്ങേരനെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല. ഇഷ്ടപ്പെടാൻ മാത്രം ഒന്നും എന്നിലില്ല. ഞാൻ അങ്ങേരുടെ അത്ര നിറമില്ല, പറയാൻ മാത്രം വിദ്യാഭ്യാസമില്ല. പേരിനൊരു ഡിഗ്രി, അതൊരു പ്രൈവറ്റ് കോളേജിൽ. പോലീസുകാർക്ക് പല ടൈം പാസ് ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതുപോലെ ഒന്നാ അങ്ങേർക്ക് ഞാൻ. കണ്ടിട്ട് അത്രക്കാരൻ തോന്നില്ല, പക്ഷെ പറയാൻ പറ്റൂല. ഇനി ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കണമായിരുന്നു. എങ്ങനെയാപ്പോൾ ഇതൊന്നും അറിയാം? നേരിട്ട് പോയി ചോദിച്ച് അങ്ങേര് കളിയാക്കിയാലോ? അത് വേണ്ട. ഉള്ള സമാധാനം പോയി. തിരിഞ്ഞു മറിഞ്ഞും കിടന്നല്ലാതെ നിദ്രാദേവി എന്നെ മൈൻഡ് ചെയ്തില്ല. ഞാൻ ജനലും തുറന്നിട്ട് അങ്ങോട്ട് നോക്കിയിരുന്നു. വീടിന്റെ സിറ്റ് ഔട്ട് കാണാം. മോളിലെ പൂജാരിയുടെ റൂമിന്റെ ഒരു ഭാഗവും കാണാം. പക്ഷെ അവിടെ ജനലൊന്നുമില്ല. കാണണമെങ്കിൽ അങ്ങേര് പുറത്തിറങ്ങി നിൽക്കണം, ബാൽക്കണിയിൽ. ഉറങ്ങാത്തതുകൊണ്ട് പിന്നെ ഉണരേണ്ടി വന്നില്ല. കോളേജിൽ പോകാൻ ഇറങ്ങാൻ നേരത്ത് ഞാൻ കുറച്ചുറക്കെ പോവാന്ന് വിളിച്ചു പറഞ്ഞ അമ്മയോട്. ഉദ്ദേശം ദുരുദ്ദേശം തന്നെയാണ്, അങ്ങേര് കേൾക്കണം. വഴിയിലെത്തിയപ്പോഴേ വണ്ടി സ്റ്റാർട്ടാക്കുന്ന സൗണ്ട് ഞാൻ കേട്ടു. എൻ്റെ മുമ്പിൽ വന്ന് നിർത്തിയിട്ടപ്പോഴും ഞാൻ വലിയ മൈൻഡ് കൊടുത്തില്ല. മനസ്സിലുള്ളത് എന്താണെന്ന് ക്ലിയർ ആയില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ഇരിക്കട്ടെ. വാ കയറി, ഞാൻ കൊണ്ടാക്കാം. എന്തിന്? അല്ല, നീ വെറുതെ ബസ്സിലൊക്കെ കയറി ബുദ്ധിമുട്ടുണ്ടല്ലോ. ഒരവിഞ്ഞ ചിരിയുണ്ട് മുഖത്ത്. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വലിയ ജാറിടാതെ കയറി വേണേ. ഞാനില്ല. അതെന്താ? ആരെയും കണ്ടാൽ പിന്നെ അത് മതി. ആര് കാണാൻ?
ആരേലും കണ്ടോട്ടെ. ചിരിച്ചോണ്ടാണ് നിൽപ്പ്. ഞാൻ മുഖം വീർപ്പിച്ച് നിന്നു. അതെ, ചോദിക്കുന്നവരോട് പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ കെട്ടാൻ പോകുന്ന ചെക്കനാന്ന്. കണ്ണിലൊരു കുസൃതി ഒളിപ്പിച്ചുള്ള ആ നിൽപ്പ് കണ്ടപ്പോൾ എൻ്റെ ഓരോ രോമങ്ങൾക്കിടയിലും നാണം വന്ന് നിറഞ്ഞു. ഞാൻ മെല്ലെ കണ്ണുയർത്തി നോക്കിയപ്പോൾ എന്നെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു. ഞാൻ പോട്ടെ? വാ, ഞാൻ കൊണ്ടാക്കാം. അയ്യടാ വേണ്ട, ഞാൻ നടന്നോളാം. ഓ വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ് മൂപ്പരങ്ങ് പോയി. വാടിക്കൊഴിഞ്ഞ പൂക്കളെല്ലാം വീണ്ടും പൂത്തിളഞ്ഞു. ഇന്നലെ പിന്നെ കണ്ടതേയില്ല. രാത്രി അങ്ങേരി വരുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു, അതുകൊണ്ട് പോയി നോക്കാൻ പറ്റിയില്ല. രാവിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടു. പക്ഷേ കറക്റ്റ് സമയത്ത് എൻ്റെ ബസ് വന്നു, അതുകൊണ്ട് ശരിക്ക് കാണാൻ പറ്റിയില്ല. വൈകിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോഴും എൻ്റെ കണ്ണുകൾ അങ്ങനെ തിരഞ്ഞുകൊണ്ടേയിരുന്നു, പക്ഷേ കണ്ടില്ല. വീട്ടിൽ ബൈക്കും ഇല്ല. രാത്രിയായിട്ടും പുള്ളിക്കാരൻ വന്നില്ല. സാധാരണ ഇത്ര ലേറ്റ് ആവാറില്ല. രാവിലെ ആയിട്ടും അങ്ങനെ കാണാത്തത്. എവിടുന്ന് ഒരു ഭയം വന്നെന്നെ പൊതിഞ്ഞു. ഇന്നിനി ക്ലാസ്സിൽ പോയാൽ ശരിയാവില്ല. ഇന്ന് പോയാൽ പിന്നെ ആ തിരുമോന്ത കാണി പിന്നെ നാളെ രാവിലെ ആവണം. അമ്മയോട് ഗുസ്തി പിടിക്കേണ്ടി വന്നെങ്കിൽ അവസാനം ഞാൻ തന്നെ ജയിച്ചു. വരവ് ലൈവായി കാണാൻ വേണ്ടി ഞാൻ രാവിലെ തന്നെ ആൻറ്റിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. പുള്ളിക്കാർക്കും അറിയില്ല അങ്ങേര് ഇന്നലെ എന്താ വരാത്തതെന്ന്. വരൂല എന്ന് രാത്രി വിളിച്ചു പറഞ്ഞു പോലും, പക്ഷെ എന്താ കാരണം എന്ന് പറഞ്ഞില്ല എന്ന്. വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി. ഞങ്ങൾ അവിടെ നിന്ന് കുറേ സംസാരിച്ച്. പെട്ടെന്ന് ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഇറങ്ങി ഓടാൻ തോന്നി. പിന്നെ ആൻറ്റി അടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്ത് അവിടെ തന്നെ ഇരുന്നു. ആൻറ്റി ഉമ്മറത്തേക്ക് നടന്നപ്പോൾ പിന്നാലെ ഞാനും നടന്നു. പക്ഷെ ആൻറ്റിക്ക് മുമ്പ് എൻ്റെ കണ്ണുകൾ അവിടെ എത്തി. മുമ്പേ പോയ കണ്ണ് മുന്നിലെ കാഴ്ച കണ്ട് തള്ളിങ്ങ് പുറത്തോട്ട് പോരാൻ തക്ക മുന്തി നിന്നു. പൂജാരി അപ്സരസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരുത്തിയും കൊണ്ട് എന്തോ അപരാധം ചെയ്ത പോലെ നിൽക്കുന്നു. കണ്ണിൻ്റെ മാത്രമല്ല, എൻ്റെ സകല ഫ്യൂസും അടിച്ചു പോയി. ഇടം കണ്ണിട്ടൊന്ന് ആൻറ്റിയെ നോക്കിയപ്പോൾ പുള്ളിക്കാരിയും പകച്ച് പണ്ടാരടങ്ങി നിൽക്കുവാണ്. അപ്പോൾ കുടുംബക്കാരിയൊന്നല്ലാന്ന് വ്യക്തമായി. അങ്ങനെ ഒരു ടിസ്റ്റ് പ്രതീക്ഷിച്ച് കൂട്ടിൽ നിന്ന് തലയിൽ നീട്ടി പിടിച്ചെന്ന് എൻ്റെ കിളി ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചു. ആ കാഴ്ച ദയനീയമായി നോക്കി നിൽക്കാൻ എനിക്ക് സാധിച്ചുള്ളൂ. ഇപ്പം മുറ്റത്ത് വന്ന് നിൽക്കുന്ന കുരിപ്പിനെ ആ മനസ്സാ കല്ലെറിഞ്ഞ് കൊന്നു. പൂജാരിക്കാണ് യാതൊരുവിധ കുലുക്കവും ഇല്ല. വടി വിഴിഞ്ഞ പോലെ നിപ്പാണ് ജന്തു. തോൽവികൾ ഏറ്റുവാങ്ങാൻ എൻ്റെ ജീവിതം പിന്നെയും പിന്നെയും ബാക്കിയാവണല്ലോ ഈശ്വര. പുറത്ത് കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ എനിക്ക് എല്ലുപൊടിയുന്ന വേദനയുണ്ടായിരുന്നു. ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമില്ലെന്ന തോന്നൽ എന്നിൽ മൗനം തീർത്തു. ശീല പോലെ നിന്ന ആൻറ്റി പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് ഉള്ളിലേക്ക് പോയപ്പോൾ ഇടിമിന്നലോട് കൂടി ഒരു മഴ ഞാൻ സ്വപ്നം കണ്ടു. പക്ഷേ പുള്ളിക്കാരി നിലവിളക്കം കൊണ്ട് മുന്നിൽ വന്ന് നിന്നപ്പോൾ എൻ്റെ സ്വപ്നം കാറ്റടിച്ച് പാറിപ്പോയി. അന്ന് ആദ്യമായി എനിക്ക് ആൻറ്റിയോട് ദേഷ്യം തോന്നി. ആ തിരുമോന്ത തേക്കാത്ത ചുമരിൽ കൊണ്ടുപോയി ഉരക്കാൻ തോന്നി. അല്ല പിന്നെ മക്കൾ വല്ല അവിവേകം കാണിക്കുന്നതിന് രണ്ട് പെട കൊടുക്കുന്നതിന് പകരം പ്രോത്സാഹിപ്പിക്കാൻ നടക്കുന്നു. ഈ അമ്മ സിനിമയും സീരിയൊന്നും കാണാറില്ലേ? കുട്ടി പിശാച്, അല്ല കുറച്ച് വലിയ പിശാച്. വെറുതെ കിടന്നുറങ്ങുന്ന സമയത്ത് അതൊക്കെ എടുത്ത് വെച്ച് കണ്ടൂടെ? അമ്മ ഇതെന്താ കാണിക്കുന്നത്? അതെടുത്തേ ഇവൾ കൊടുക്ക് എന്നെ ചൂണ്ടിയാണ് പൂജാരി ആ പറഞ്ഞത്. പെട്ടെന്ന് എന്നിലൊരു മിന്നലടിച്ചു. അപ്പൊ പ്രതീക്ഷയ്ക്ക് സ്കോപ്പ് ഉണ്ട്. ഇയാളിതെന്തോന്നിത്? കിടന്ന അമ്മൽ നീര് തെളിക്കാതെ ബാക്കി പറ മനുഷ്യ. കിളി പോയി നിൽക്കുന്ന അമ്മയെ നോക്കി നിപ്പാണ് പുള്ളി. കൂടെ വന്ന പിശാചാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് ഒരേ നിപ്പാണ്. ഇതിന് വല്ല റോബോട്ടോ മറ്റാണോ? അമ്മ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കാൻ ഞാൻ വേറെ ആൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സമയമാകുമ്പോൾ അമ്മ രണ്ടു കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചാൽ മതി. അങ്ങേരതങ്ങ് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു മഞ്ഞമഴ തന്നെ അങ്ങ് പെയ്തു. പിന്നെ ഇതാരടാ? അതൊക്കെ പറയാം. അമ്മ ആദ്യം ഇതിനകത്ത് കൊണ്ടിരുത്തി വല്ലതും തിന്നാൻ കൊടുക്കുക, എന്നിട്ടുള്ളൊന്ന് ഫ്രഷ് ആവട്ടെ. ഒന്നിരുത്തി മൂളിയ ശേഷം ആൻറ്റി ആ കൊച്ചിനെയും കൊണ്ട് അകത്തേക്ക് പോയി. എനിക്കിതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. എന്തൊക്കെയാ ഇപ്പോൾ ഇവിടെ നടന്ന്? ഞാൻ മെല്ലെ അടുക്കളയിലേക്ക് പോയി. ആൻറ്റി ആ കൊച്ചിനെ തിന്നാൻ കൊടുക്കുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഓടി സിറ്റ് ഔട്ടിൽ ചെന്നു. അവിടെ അങ്ങേരില്ല. അപ്പോൾ മോളി കാണും. റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ആളവിടെയുണ്ട്. പുറംതിരിഞ്ഞ് നിപ്പാണ്. ഞെക്കി കൊല്ലാനാണ് തോന്നിയത്. പിന്നെ അങ്ങേര് എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ആ ചിന്ത ഞാനങ്ങ് കളഞ്ഞു. പകരം പുറം നോക്കി ഒരു അടാറ് കുത്തങ്ങ് കൊടുത്തു. വാരിയലയിൽ കുന്തം കയറി കാട്ടുപന്നിയെപ്പോലെ അങ്ങേരൊന്ന് അലറി. എന്താടി കുട്ടി തേവാങ്കേ? വേദനയും ദേഷ്യം കടിച്ചു പിടിച്ചാണ് ചോദ്യം. കുന്തം. ഞാനും മുഖത്ത് കൃത്രിമ ദേഷ്യം വരുത്തി കലിപ്പിച്ച് നിന്നു. കുന്തോ? സോറി, അത് എൻ്റെ കയ്യിലില്ല. പ്ലീസ് കോണ്ടാക്ട് ലുട്ടാപ്പി. ഓഹോ, തമാശയാണോ? ഇതിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ മാഷെ, മാറ്റിപ്പിടി. ഓ ശരി തമ്പ്രാട്ടി. തൊഴിൽ കാണിച്ചുകൊണ്ടാണ് നിപ്പ്. ആസ്ഥാനത്തോടെ ഈ കോമഡി കാണുമ്പോൾ 4 മണിക്കൊന്ന് കൊടുക്കാനാ തോന്നുന്നു. പിന്നെ പോലീസുകാരനല്ലേ എന്ന് വെച്ചിട്ടാ. ഒന്നുമില്ലെങ്കിൽ ഇടി തൊഴിലാക്കിയ ഒരാളാണ് ഈ മുമ്പിൽ നിൽക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണമല്ലോ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് എനിക്ക് വേണ്ടി, എൻ്റെ നല്ല ആരോഗ്യത്തിന് വേണ്ടി ഞാനതങ്ങ് ക്ഷമിച്ചു. നീ ഇന്ന് നാടകം കളിക്കാതെ ഉള്ള കാര്യം പറ മനുഷ്യ. എന്ത് കാര്യം? ദേ അധികം അങ്ങോട്ട് അഭിനയിക്കല്ലേ. എന്താ മോളെ നിനക്ക് അറിയേണ്ടത്? ചോദിക്ക്, എന്നാലല്ലേ പറയാൻ പറ്റൂ. അതേതാ മനുഷ്യ ആ പെണ്ണ്? ഓ
അപ്പം അതാണ്. അത് ഞാൻ എനിക്കൊരു സഹായത്തിന് വേണ്ടി കൊണ്ടുവന്നാ. ആ കണ്ണശ്ശേരി കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ലല്ലോ ഈശ്വര. എന്നെ സഹായിക്കാൻ ഞാനെന്താ പെറ്റിയെടുക്കണം മനുഷ്യ? എടി നീ എന്നിങ്ങനെ മനുഷ്യാന്ന് വിളിക്കല്ലേ? കുറെ പ്രായമായതുപോലൊരു ഫീല്. മനുഷ്യഗണത്തിൽപ്പെടാത്ത നിങ്ങളൊക്കെ മനുഷ്യാന്ന് വിളിക്കണം, എന്നെ തൊഴണം. അങ്ങനെ കാര്യത്തിലേക്ക് വാ. എടി കള്ളി, എവിടെയാ തൊടേണ്ടത്? കണ്ണിലൊന്നുമില്ലാത്ത ആ കുസൃതി കണ്ടപ്പോൾ എനിക്ക് ശരിയാണ് വന്നത്. പക്ഷേ ഇവിടെ പതറാൻ പാടില്ല. ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്ത മുതൽ ഏതാണെന്നറിയണം. അയ്യടാ, തൊടണമെന്നല്ല, തൊഴണമെന്ന്. വല്ലാണ്ട് കിടന്നുള്ള കാര്യം പറ. എടി പറഞ്ഞല്ലോ, നിനക്ക് എന്തായാലും പണിയൊന്നും അറിയൂല. ഈ കുട്ടി മിടിക്കുക. അപ്പം നിനക്കൊരു സഹായത്തിന് വേണ്ടി ഞാനിങ്ങനെ കൂട്ടിയതാ. അതേടോ, ഇത്രയും നല്ല കുട്ടി വേലക്കാരിയോ? അയ്യോ, വേലക്കാരിയല്ല. വേലക്കാരിയാകുമ്പോൾ പൈസ കൊടുക്കണ്ടേ? അതുകൊണ്ട് ഞാനതിനെയും കെട്ടി. നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ. സംഭവം തമാശ പറഞ്ഞാണ് മനസ്സിലായെങ്കിലും ഞാൻ മുഖം വീർപ്പിച്ച് നിന്നു. ഇഷ്ടായില്ല? ചിരി വന്നെങ്കിലും ഞാനത് കടിച്ചു പിടിച്ച് നിന്നു. എന്നാ പിന്നെ ഞാൻ കളഞ്ഞേക്കാം അല്ലേ? ഞാൻ പതിയെ തിരിഞ്ഞു നടന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ ആ 2 കൈകൾ പുറകിലൂടെ എന്നെ ചുറ്റി വരിഞ്ഞു. പെണുങ്ങല്ലേടാ. കുനിഞ്ഞു നിന്ന് എൻ്റെ ചെവിയിൽ മന്ത്രണം പോലും ഒഴിഞ്ഞു. എന്നാ പറ, അതാരാ? ഒരു കുഞ്ഞിൻ്റെ കൗതുകം പോലെ ഒരു കൈ കൊണ്ട് എൻ്റെ ചെവിയിലും മുടിയിലുമൊക്കെ തൊട്ട് തലോടുന്നുണ്ട് പെണ്ണ്. ഇക്കിളിയാവുന്നുണ്ടെങ്കിലും അനങ്ങാ നിന്നു. കാരണം ആ തിരുവായിൽ നിന്നൊന്നും ഒഴിഞ്ഞു കിട്ടണം. അതാരാണെന്ന്. അതൊരു പാവം പെണ്ണാടാ. പാവാണല്ലെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. മോൻ അതാരെന്ന് പറ. അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാ. ഓ, വളരെ തിക്ക് റിലേഷനാണല്ലോ. ഓടി എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധ മുഴുവൻ എൻ്റെ മുടി ചുരുട്ടിക്കളിക്കുന്നതിലാണ്. അതിനെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? അവളുടെ അച്ഛനെ തേടി വന്ന പുള്ളിക്കാരൻ മിസ്സിങ്ങാ. ഇവിടെ ഉള്ളൊരു ഫ്രണ്ടിനെ കാണാനെന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് പിന്നെ തിരിച്ചു തന്നിട്ടില്ല. അത് അന്വേഷിക്കാൻ വന്ന അവള്. ഇവിടെ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ അവിടെ നിന്ന് അന്നേനെ തിരിച്ചു പോന്നിട്ടുണ്ടെന്ന്. ഓഹോ, എന്നിട്ട് കിട്ടിയില്ല അച്ഛനെ? ഇല്ല, അവളും അച്ഛൻ്റെ ആ ഫ്രണ്ടും കൂടെ ഇന്നലെ പരാതി തരാൻ വന്ന ആ സ്റ്റേഷനിൽ. ഇന്നലെ രാത്രി സ്റ്റേഷനിൽ കഴിഞ്ഞു. അവൾക്ക് ഇവിടെ വേറെ പരിചയക്കാരൊന്നുമില്ല. അതാ ഇങ്ങോട്ട് പോകുന്നത്. അതെന്താ, ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി നിന്നാ പോരെ? അയാളൊരു ബാച്ചിലറാ, പോരാതിന് മുഴുവൻ കുടിയനും. അവിടെ എങ്ങനെയാ അതിനെ നിർത്തുന്നു? പിന്നെ ലച്ചുവിൻ്റെ ഫ്രണ്ടാ. അവളൊരു സഹായം ചോദിക്കുമ്പോൾ എങ്ങനെ ഒഴിവ് പറയാ? ഏതേ ലച്ചു? അതെൻ്റെ നാട്ടിലുള്ളതാ, എൻ്റെ കൂടെ പഠിച്ചതാ. ഇതിനി എന്ത് ചെയ്യും? അച്ഛനെ അന്വേഷിക്കുന്നുണ്ട്. ഈശ്വര, അപ്പത്തിപ്പോൾ അടുത്തൊന്നും പോവില്ലേ? ഞാൻ പെട്ടെന്ന് അങ്ങയുടെ കയ്യിൽ നിന്ന് കുതിരി മാറി. മനുഷ്യ, എത്രയും പെട്ടെന്ന് ആളെ കണ്ടുപിടിച്ച് രണ്ടിനും കൂടി ഇവിടുന്ന് പോയിക്കൊള്ളണം. ഓ, എന്തിനാന്നേ? അവിടെ ഇവിടെ നിൽക്കട്ടെ. എന്നെ കൂടെ കോഴിക്കറി വെപ്പിക്കരുത്. അതിന് നിനക്ക് കോഴിക്കറി പോയിട്ടൊരു മുട്ട പൊരിക്കാൻ അറിയോടി? ഞാൻ പോവാ. ഹൈ ഓലേടാ. ഓ, എന്നാതിനാ? പുതിയ ആൾ വന്നിട്ടുണ്ടല്ലോ, ഇനി ഞാൻ നിൽക്കണമെന്നില്ല. ഇങ്ങനെ ഒരു കുശുമ്പി നിങ്ങളുടെ കെട്ടിയോള്. അത് തന്നെയാ ഞാനും പറഞ്ഞ്. ഞാൻ അങ്ങനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. എനിക്കൊന്ന് ഇളിച്ചു കാണിച്ചല്ലാതെ പുള്ളിക്കൊരു കൂസലുമില്ല. എവിടെ ഇത് ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലം വെച്ച മുതലാ. നിങ്ങൾ നമ്പരും തന്നേ. എന്തിനാ? വെട്ടിപ്പുഴുങ്ങി കറി വെക്കാൻ. ഓഹോ കോഹോ, താ മനുഷ്യ. ഞാൻ നമ്പർ വാങ്ങി താഴെ ചെന്നപ്പോൾ ആൻറ്റി അവിടെ ഇരിപ്പുണ്ട്. ആ കൊച്ച് കുളിക്കാൻ പോയതാ. ഞാൻ ആൻറ്റിയോട് യാത്ര പറഞ്ഞു മെല്ലെ വീട്ടിലേക്ക് നടന്നു. വൈകുന്നേരം ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് തന്നെ പോയി. ലെവളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലല്ലോ. ചെന്നപ്പോൾ ആൻറ്റിയും പുള്ളിക്കാരെയും കത്തി വെച്ച് ഇരിപ്പാണ്. ആൻറ്റിയാണെങ്കിൽ ഒരാളെ സംസാരിക്കാൻ കിട്ടിയ സന്തോഷത്തിലാണ്. മോളെ വാ. ഞാൻ ചുമ്മാ ചിരിച്ചതേ ഉള്ളൂ. ഞങ്ങൾ ചുമ്മാ സംസാരിച്ചിരുന്നു. പുള്ളിക്കാരിയുടെ പേര് സ്നേഹ എന്നാണ്. പക്ഷെ എനിക്ക് വലിയ സ്നേഹം തോന്നിയില്ല. കാരണം ആൻറ്റിക്ക് ഇപ്പോഴേ പുള്ളിക്കാരിയെക്കുറിച്ച് പറയാൻ 100 നാവാ. ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഇവിടെ നിന്ന് ആൻറ്റി ഇവളെ പിടിച്ച് പൂജാരിക്ക് കെട്ടിച്ച് കൊടുക്കും. പൂജാരിയുടെ ഒക്കെ സെയിം പ്രായ പുള്ളിക്കാരിക്ക്. അവരുടെ നാട്ടിലുള്ള ഒരു ബാങ്കിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാണ്. ഈ പറഞ്ഞ ലച്ചുവിൻ്റെ കൂടെ പഠിച്ചതാ കക്ഷി. ആകെ സ്വന്തം എന്ന് പറയാൻ ഈ അച്ഛൻ മാത്രമേ ഉള്ളൂ കക്ഷിക്ക്. അമ്മ മരിച്ചിട്ട് കുറച്ചായി. ആകെ സങ്കടത്തിലാണ് ആള്. തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് എനിക്ക് വലിയ ഉഷാരം തോന്നിയില്ല. രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ ഞാൻ മെല്ലെ ഫോൺ എടുത്ത് മുകളിൽ ചെന്ന് പൂജാരിയെ വിളിച്ചു. ഒരൊറ്റ റിങ്ങിൽ തന്നെ ഫോൺ എടുത്തു. നിങ്ങൾ ഉറങ്ങിയില്ല മനുഷ്യ? നീ എന്നെ ഉറക്കാമെന്നാണ് ഉരിപ്പ്? അതെ, ഉറങ്ങിയോന്ന് അറിയണല്ലോ. ഉറങ്ങിയാ ഞാനിപ്പോൾ ഫോൺ എടുക്കൂടി പുല്ലേ. ആരെ കാത്തിരിക്കുക മനുഷ്യ, പോയി കിടന്നുറങ്ങിക്കൂടെ? എടി പുല്ലേ, ഞാൻ നീ വിളിക്കുന്ന നോക്കി ഇരിക്കായിരുന്നു. ഓ, അതെനിക്കങ്ങ് സൂഹിച്ചു. അവ സ്നേഹമൊക്കെ ഉണ്ട്. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നെ കിടന്നുറങ്ങി. എത്ര സമയങ്ങളിലും ഞാൻ എന്നും ആൻറ്റിയുടെ വീട്ടിൽ പോവും. വൈകുന്നേരം കുറേ നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റിങ്ങ് പോരും. പക്ഷേ ഓരോ ദിവസം കൂടുന്തോറും ആൻറ്റിക്ക് നമ്മളോട് മൈൻഡ് കുറഞ്ഞു വരുന്ന കാണുമ്പോൾ സങ്കടം വരും. ഇപ്പം എല്ലാത്തിനും സ്നേഹം മതി. എന്തു പറഞ്ഞാലും അത് ചെന്ന് നിൽക്കുന്ന സ്നേഹയിലാണ്. പക്ഷേ പൂജാരിക്ക് വലിയ മാറ്റമൊന്നുമില്ല. എന്ന് രാവിലെ ഞങ്ങൾ കാണാറുണ്ട്, രാത്രി വിളിക്കാറുമുണ്ട്. പക്ഷെ ആൻറ്റിക്ക് അങ്ങനെയല്ല. എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നതാവും. അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പുള്ളിക്കാരി വന്നിട്ട് ആകെ 4 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ആൻറ്റിയെ കയ്യിലെടുത്തു.
അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ഞാൻ ഇന്നും അന്വേഷിക്കാറുണ്ട് പൂജാരിയോട്. അന്വേഷിക്കുന്നുണ്ടെന്ന് മാത്രമേ പറയാറുള്ളൂ. അങ്ങേരെ തിരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ചിലപ്പോൾ ഞാനാവും. ഇപ്പം ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവാറില്ല. അവിടെ ചെന്നാൽ ഒരൊറ്റപ്പെട്ട ഫീലിംഗ് ആണ്. ആകെപ്പാടെയുള്ള സമാധാനം പൂജാരിയാണ്. ഇന്ന് നേരം വൈകിയാണ് പുള്ളി വന്നത്. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫോൺ എടുത്തു. ആദ്യത്തെ റിങ്ങിൽ തന്നെ ഫോൺ എടുക്കുന്ന ആളാണ്. ഇന്നെന്തോ പതിവിന് വിപരീതമായി രണ്ടാമത്തെ തവണ വിളിച്ചപ്പോഴാണ് ഫോൺ എടുത്ത്. ഹലോ. ആ എന്താ മോനെ, വലിയ ഉഷാറൊന്നുമില്ലല്ലോ. ആ ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താണെന്നറിയില്ലേലും എൻ്റെ നെഞ്ച് ഉസൈൻ ബോൾട്ടിനേക്കാളും വേഗത്തിൽ ഓടാൻ തുടങ്ങി. അങ്ങേർക്ക് ബാഡാണെങ്കിൽ അതെനിക്കും ബാഡ് തന്നെയാവും. എന്താ? വിറയലോടുകൂടി ഞാൻ ചോദിച്ചു. ഇടി സ്നേഹടച്ചൻ ജീവിച്ചിരിപ്പില്ല. ഞാൻ ഞെട്ടിപ്പോയി. അതേടോ, അങ്ങേര് അന്ന് തന്നെ. എങ്ങനെ? ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. അങ്ങേരെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലായിരുന്നു. ഇന്ന് ആ വഴിക്കൊന്ന് അന്വേഷിച്ചപ്പോഴാണ് വിവരം അറിയുന്നത്. അവളോട് പറഞ്ഞോ? ഇല്ല. എങ്ങനെ പറയുന്ന? പിന്നെ എങ്ങനെ മനസ്സിലായി പുള്ളി തന്നെയാണെന്ന്? അവിടെ അച്ഛൻ്റെ ആ ഫ്രണ്ടിനെ കൊണ്ട് കൺഫേം ചെയ്യിച്ചു. ഇനി അഥവാ അങ്ങേര് തന്നെ അല്ലെങ്കിൽ അവൾക്ക് വെറുതെ ഒരു ഷോക്ക് കൊടുക്കണ്ടല്ലോ. പക്ഷേ ഇന്നിനി എന്തായാലും പറയണ്ട. അത് തന്നെ ഞാനും വിചാരിക്കുന്നത്. എന്തോ വിഷമം പോലെ. പിന്നെന്തോ സംസാരിക്കാൻ തോന്നിയില്ല. കാരണം എൻ്റെ ഉള്ളിൽ പുകയുകയായിരുന്നു. അവൾക്കിനി ആരുമില്ല എന്നത് ഒരേ സമയം എന്നിൽ സങ്കടവും ഭീതിയും നിറച്ചു. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കുന്നോളം സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഇന്നോളം മറ്റൊന്നും ഞാൻ ഇത്രയും ആഗ്രഹിച്ചിട്ടില്ല. പൂജാരിയെ നഷ്ടപ്പെടുമെന്ന ചിന്ത എന്നിലൊരു കനൽക്കാറ്റ് വീശി. പൂജാരി കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് കൂടുതലാണ്. കാരണം ആൻറ്റിയുടെ പെറ്റാണ് സ്നേഹം. പോരാത്തതിന് ആരോരുമില്ലാത്തൊരു കുട്ടിയും. കുറച്ച് ദിവസം മുമ്പ് അമ്മ സ്നേഹം കണ്ടപ്പോൾ ഇവളെ മാധവിനെ ആലോചിക്കാമെന്ന് ആൻറ്റിയോട് പറഞ്ഞപ്പോൾ ആൻറ്റിക്ക് സമ്മതക്കുറവൊന്നുമില്ലാന്ന് ആ മുഖത്തുനിന്ന് ഞാൻ വായിച്ചെടുത്തതാണ്. പൂജാരി സമ്മതിക്കില്ലായിരിക്കും. പക്ഷെ ആരുമില്ലാത്ത അതിന് ഈ കല്യാണം ഒരു ആശ്രയമാവുമെങ്കിൽ എനിക്ക് പൂജാരിക്ക് വേണ്ടി ശാഠ്യം പിടിക്കാൻ പറ്റുമോ? ഇല്ല, എനിക്ക് ഒരിക്കലും അതിനാവില്ല. ആരിൽ നിന്നൊന്നും പിടിച്ചു വാങ്ങി ശീലിച്ചിട്ടില്ല. അതിനുള്ള സാമർഥ്യവും ഇല്ല. എപ്പോഴോ നിദ്രാദേവി വന്ന് തലോടി. രാവിലെ തന്നെ ന്യൂസ് അവിടെ അറിഞ്ഞിട്ടുണ്ട്. കരച്ചിലും മറ്റും കേൾക്കുന്നുണ്ട്. ഞാനും അമ്മയും കുട്ടൂസൊക്കെ ആൻറ്റിയുടെ വീട്ടിലേക്ക് നടന്നു. അവിടെ എല്ലാവരും സങ്കടത്തിലാണ്. സ്നേഹവാടിയ പൂ പോലെ ഞെട്ടറ്റി കിടക്കുന്നുണ്ട്. അവളെ അങ്ങനെ കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടം നെഞ്ചിലേക്ക് ഇരച്ചു കയറി. അന്ന് തന്നെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്തു. നാട്ടിലൊക്കെ വിവരമറിയിച്ചു. ആൻറ്റിയും പൂജാരി അങ്കിളുമൊക്കെ കൂടെ പോയി നാട്ടിലേക്ക്. ഇന്നലെ പൂജാരി വിളിച്ചിരുന്നു. വിവരങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരും ഇന്ന് വരുമെന്നറിഞ്ഞു. അവർ വരുന്ന കണ്ടപ്പോൾ തന്നെ അമ്മ വിശേഷം അന്വേഷിക്കാൻ പുറത്തിറങ്ങി. എൻ്റെ കണ്ണുകൾ സ്നേഹയെ തിരഞ്ഞു. പക്ഷെ അവളില്ല. അതെന്നിലൊരു ആശ്വാസം പടർത്തി. പോയിട്ട് എന്തായി? അമ്മയാണ്. അവിടുത്തെ കാര്യം കഷ്ടം. അങ്ങനെ പറയത്തക്ക കുടുംബമൊന്നുമില്ല. ഉള്ളവരൊക്കെ അകലം പാലിച്ച് നിൽക്കുന്നു. സ്നേഹിനി അവരുടെ തലയിലാവുമെന്ന് അറിയുന്നുണ്ടാവും. അതിൻ്റെ അവസ്ഥ എന്താ? പാവം കരഞ്ഞ് കരഞ്ഞ് പാതിയായി ഒരൊറ്റ ദിവസം കൊണ്ട്. എന്നാൽ പിന്നെ അതിനെങ്ങ് കൂട്ടിക്കൂടായിരുന്നോ? ഇപ്പോഴെങ്ങനെയാ? നമ്മളങ്ങനെ വേണ്ടപ്പെട്ടവരൊന്നല്ലല്ലോ. അവൾ ഒറ്റക്കായി എന്ന് തോന്നുമ്പോൾ ഇങ്ങ് കൊണ്ടുവരണം. ആൻറ്റി അത് പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. പെട്ടെന്ന് കണ്ണു നിറയാൻ തുടങ്ങി. കരച്ചിൽ പിടിച്ചിരുത്താൻ ഞാൻ പെടാപ്പാട് വിട്ടു. ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പൂജാരി അത് കണ്ടതുകൊണ്ടാവണം കൂടെ ചെല്ലാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ഞാൻ കൂടെ ചെന്നു. പോകുന്ന വഴി ഞാൻ അങ്കിളിനെ തിരഞ്ഞു. അവിടെയെങ്കിലും കണ്ടില്ല. റൂമിലേക്കാണ് പോയത്. നിനക്ക് എന്താടി പറ്റിയത്? ഞാൻ തലതാഴ്ത്തി നിന്നതേയുള്ളൂ. കാരണം ആ മുഖത്തേക്ക് നോക്കിയാൽ ചിലപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടു പോകും. നിന്നോടാ ചോദിച്ചത്? ഒന്നുമില്ല. പൂജാരി എൻ്റെ താടിയിൽ പിടിച്ചുയർത്തി എൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്നു. വിനോദന നീ കരയുന്നു? അതോടെ എൻ്റെ സകല നിയന്ത്രണവും പോയി. കണ്ണുകൾ ആർത്തലച്ച് പെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് പൂജാരി എന്നെ വലിച്ച് നെഞ്ചിലേക്ക് അടുപ്പിച്ചു. കരയുന്ന കുഞ്ഞിനെ അമ്മ മാറോടണച്ച് ആശ്വസിപ്പിക്കും പോലെ. രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടാതെ മൗനത്തിനെ കൂട്ടുപിടിച്ചു. കരഞ്ഞു തീർന്നപ്പോൾ ഞാൻ മെല്ലെ പൂജാരിയിൽ നിന്ന് അടർന്നു മാറി. പതിയെ ആ കൈകൾ എൻ്റെ തോളിൽ അമർന്നു. ഞാൻ മിഴികൾ ഉയർത്തി അങ്ങേരെ നോക്കിയപ്പോൾ ആ കണ്ണിൽ എന്നോടുള്ള വാത്സല്യം തിളങ്ങുന്നു ഞാൻ അറിഞ്ഞു. വാത്സല്യത്തോടെയുള്ള ആ നോട്ടം എൻ്റെ മനം നിറച്ചു. ആ നോട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. സ്നേഹവും കരുണയും വാത്സല്യവും അങ്ങനെയെല്ലാം. എന്നും കൂടെയുണ്ടാവുമെന്ന് ആ കണ്ണുകൾ എന്നോട് പറയാതെ പറഞ്ഞു. മനസ്സിലെരിയുന്ന കനൽ ഐസ് പോലെ അലിഞ്ഞില്ലാതാവുന്നു ഞാൻ അറിഞ്ഞു. ഇനി ഇവിടുന്ന് ശരിയാവില്ല. അമ്മ അന്വേഷിക്കും. ഞാൻ താഴേക്ക് ചെന്നു. പിന്നാലെ പൂജാരി. താഴെ അങ്കിളും ആൻറ്റിയും ഉണ്ടായിരുന്നു. എന്തോ സംസാരിച്ചിരിക്കുകയാണ് രണ്ടുപേരും. ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി സ്നേഹയെക്കുറിച്ചാണെന്ന്. ഞാൻ പതിയെ തലതിരിച്ച് പൂജാരിയെ നോക്കി. പൂജാരി എന്നെ നോക്കി ഒന്നുമില്ലാന്ന് കണ്ണടച്ച് കാണിച്ചു.
പത്മ പറയായിരുന്നേ സ്നേഹമോളെ പൂജാരിക്ക് ആലോചിച്ചാലോന്ന്. എന്നെ നോക്കിയാണ് പറച്ചിൽ. ഞാനൊന്ന് ചിരിച്ചു കാണിച്ചു. പക്ഷേ ഉള്ളിൽ ഞാൻ കിടന്ന് അലറുകയായിരുന്നു. ഈ തള്ളേനെ ഞാൻ മിക്കവാറും എടുത്ത് കിണറ്റിലിടും. ഇതൊക്കെ ഇവിടെ മാത്രം കണ്ടുവരുന്ന ആചാരങ്ങളാ. സ്വന്തം കാമുവിനെ വേറെത്തി കെട്ടിച്ചു കൊടുക്കണേന്ന് ചോദിക്കുന്ന ചുരുക്കം ചില അമ്മായിമ്മമാരിൽ ഒരാളാവും ഈ നിൽക്കുന്നത്. എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത പാവം തോന്നി. പാവം ഞാൻ. കണ്ണൊക്കെ നിറയുന്നുണ്ട്. പക്ഷേ ഇത്തവണ അതെൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടാണെന്ന് മാത്രം. ഞാൻ പൂജാരിയുടെ മുഖത്തേക്ക് നോക്കി. ഇനി കറിഞ്ഞാൽ മൂക്കിന് പിടിച്ച് കുത്തുന്ന അങ്ങേരെ ആംഗ്യം കാണിച്ചോടെ വന്ന കണീരൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു പോയി. എന്താ നിങ്ങളുടെ അഭിപ്രായം? അങ്കിളിനോടാണ്. ഈ അമ്മേനെ ഞാൻ ഒലക്ക കടിക്കും. അതിനെന്താ, നല്ല കാര്യല്ലേ? അങ്കിളും പച്ചക്കൊടി കാട്ടി. എൻ്റെ ലവ് ബേഡ്സൊക്കെ ഷോക്ക് അടിച്ച് ചത്തു. അവന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അവന് ഇഷ്ടക്കുറവൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവന് മാത്രം ഇഷ്ടമായ പോരല്ലോ. ആ, അത് ശരിയാ. സ്നേഹമോൾക്കും കൂടി ഇഷ്ടാവണ്ടേ? പക്ഷേ ഞാൻ പറഞ്ഞ ആള് സ്നേഹമോളല്ല. പിന്നാരാ? ആൻറ്റി അത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. കാരണം ഇനി അതാരാണ് ഈശ്വര പുതിയ അവതാരം? ഉള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാൻ മേല. അതിൻ്റെ ഇടയ്ക്ക് ആ പുതിയ ഓരോന്നിൻ്റെ എൻട്രി. ഞാൻ നിന്ന് പുകയാൻ തുടങ്ങി. ദേ ഇവള് എൻ്റെ കയ്യിൽ പിടിച്ച് മുമ്പോട്ട് നിർത്തിയാണ് ആൻറ്റി ബാക്കി പറഞ്ഞത്. നിനക്ക് ഇഷ്ടാവും മോളെ ഇവനെ സ്നേഹിക്ക് കൊടുക്കുന്നത്? എൻ്റെ കുറച്ചു മുന്നേ പറന്നുപോയ കിളികളും പുതുതായി പറക്കാൻ നിൽക്കുന്ന കിളികളും തമ്മിൽ ഘോര യുദ്ധം തന്നെ നടന്നു. ഈശ്വര, ഞാൻ എന്തു പറയും ആൻറ്റിയോട്? ഒരാശ്രയത്തിനായി പൂജാരിയെ നോക്കിയപ്പോൾ അങ്ങേരി ചിരി പിടിച്ചിരുത്താൻ പെടാപ്പാട് പെടുന്നു. നേരത്തെ എങ്ങാണ്ട് അടിച്ചുപോയതിൻ്റെ ഒരു ബൾബ് പെട്ടെന്ന് അങ്ങ് കത്തി. സംശയം ഉറപ്പിക്കാൻ വേണ്ടി ആൻറ്റി അങ്കിളിനെ നോക്കിയപ്പോൾ കൺഫേം. എല്ലാവരും കൂടെ കുത്തി മറിഞ്ഞ് ചിരിക്കുന്നു. ഇത്രയും കാലം അയ്യോ പാവം പറഞ്ഞ അങ്കിള് പോലും. ഒരുമാതിരി ആജുവർഗീസിൻ്റെ അവസ്ഥയായിരുന്നു ഇത്രയും കാലം എനിക്ക്. എല്ലാം കൂടെ എന്നെ പറ്റിക്കായിരുന്നു. വെറുതെ ടെൻഷൻ അടിച്ച് നടന്ന ഞാൻ മണ്ടി. എന്തോരം ഭക്ഷണം കഴിച്ച് കിടന്ന ഞാനായിരുന്നു. ഇപ്പോൾ വല്ലപ്പോഴും എന്തേലും തിന്നാലായി. ഞാൻ അങ്ങേരെയൊന്ന് കൂർപ്പിച്ച് നോക്കി. ചിരി തന്നെയാണ് മുഖത്ത്. ഒരുമാതിരി ആക്കിയ ചിരി. ഹോ, 4-5 ദിവസം കൊണ്ട് എൻ്റെ മോളങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചു. വന്ന് ഇപ്പോൾ ആൻറ്റി വരെ ട്രോളാൻ തുടങ്ങി. ഹാ, ഞാനൊരു ദയനീയ ഭാഗത്തിൽ ആൻറ്റിയെ നോക്കി. അപ്പോൾ ആൻറ്റി ഒന്ന് അടങ്ങി. നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ സ്നേഹമോളെ കൊണ്ട് ഇവനെ കെട്ടിച്ചേനെ. അങ്കിളാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഇനി പറക്കാൻ കിളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കെന്നങ്ങ് സംശയിച്ചേ ഉള്ളൂ. ആ, അത്രയും ഭാഗ്യമൊന്നും എനിക്കില്ലാതെ പോയി. പൂജാരി കിടന്ന ആത്മഗതം കൊണ്ട് ഞാൻ അങ്ങേരെ ചെറിഞ്ഞ് നോക്കിയതല്ലാതെ പ്രതികരിച്ചില്ല. നിന്നെ ഞാൻ എടുത്തോളാടാ എന്ന് മനസ്സിൽ പറഞ്ഞ് ഞാൻ കൺട്രോൾ ചെയ്തു. മോളെ കണ്ട അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ചതാ മോളെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. സ്നേഹമോൾ വന്ന അന്ന് ഇവൻ ഞങ്ങൾ വിളിച്ചിരുത്തി ഈ കാര്യം പറഞ്ഞപ്പോൾ സന്തോഷമാണ് തോന്നിയത്. ആനി എന്നെ ചേർത്ത് നിർത്തി വാത്സല്യത്തോടെ നെറുകയിൽ തലോടി. വാടിത്തളർന്ന പൂക്കൾ മനസ്സിൽ പൂത്തുലഞ്ഞ് സുഗന്ധം പരത്തി. മതിയമ്മേ, ആ പെണ്ണിനെ നിലത്തിർത്ത്, എന്നിട്ട് ഞങ്ങൾക്ക് വല്ലതും തിന്നാന്താ. ആൻറ്റി ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. അങ്കിള് കുളിക്കാനും. പിന്നെ ഒന്നും നോക്കിയില്ല. പൂജാരിയുടെ നെഞ്ചും കൂടി നോക്കി കൊടുത്തു വരണം. പൂജാരി കുനിഞ്ഞു പോയി. നീ എന്നെ അങ്ങ് കൊല്ല്. ഒന്നുമില്ലെങ്കിൽ ഞാൻ പോലീസുകാരനല്ലേടി. ഓ, ഒരു പോലീസുകാരൻ എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്ന മനുഷ്യൻ നിങ്ങൾക്ക്. ഞാൻ എന്തൊരു ടെൻഷൻ അടിച്ചെന്നറിയോ? അത് പിന്നെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ അയ്യേ, അതിലൊരു ത്രില്ലില്ല. പെട്ടെന്ന് പുള്ളിക്കാരൻ്റെ ഭാവം മാറി. എന്നെ മൊത്തത്തിൽ സ്കാൻ ചെയ്യാണിപ്പോൾ. ഞാൻ കണ്ണുരുട്ടി കാണിച്ചപ്പോൾ എന്നെ സൈറ്റ് അടിച്ച് കാണിച്ചു. കുശുംബിയുടെ മുഖം തെളിഞ്ഞ് ഇന്നാ. ഞാൻ കുറച്ച് പുച്ഛം വാരി ഉതറി. നിന്നെ ഇതിനേ കൊള്ളൂ, കരയാനും കുശുംപടിക്കാനും പിന്നെ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കാനും. എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. കാരണം പുള്ളി പറഞ്ഞ സത്യമാണ്. അതുകൊണ്ട് ഞാൻ സങ്കടം അഭിനയിച്ച് നിന്നു. അച്ചോടാ പെണങ്ങല് നീ. പെട്ടെന്ന് എൻ്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ചു. പക്ഷേ നീ കരയുന്ന കാണാൻ നല്ല ചേല. അതുകൊണ്ട് നിർത്തണ്ട. മെല്ലെ എന്നോടടുത്ത് ഒരു മന്ത്രണം പോലെ പൂജാരി എൻ്റെ കാതുകളിൽ മൊഴിഞ്ഞു. അതിനെ വല്ലാതെ കുളിര് കൊള്ളിച്ചു. ഒന്ന് പതിരെങ്കിലും ഞാൻ പെട്ടെന്ന് കുതിരി മാറാൻ ശ്രമിച്ചു. കാരണം ആൻറ്റിയെങ്ങാനും കണ്ടാൽ തീർന്നു. പക്ഷെ അത് ഞങ്ങൾ തമ്മിൽ അകലം കുറക്കുകയാണ് ചെയ്തു. ആ ചുടുനിശ്വാസം എൻ്റെ മുഖത്ത് തട്ടിയപ്പോൾ മിഴികൾ താനെ താഴ്ന്നുപോയി. ഞാനൊരു ശില പോലെ മണ്ണിൽ ഉറച്ചുപോയി. നെഞ്ചിടിപ്പിൻ്റെ വേഗതയാർജിച്ചു. ഇടയ്ക്കെപ്പോഴോ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ നെഞ്ചിൻ കൂടിനുള്ളിൽ ഷോക്ക് അടിച്ച പോലൊരു പിടുത്തം വീണു. ആ മിഴികളിൽ നിന്നൊരു കാന്തിക വൈദ്യുത തരംഗം ലേസർ രശ്മിയെപ്പോലെ പാഞ്ഞു വന്ന് എൻ്റെ കണ്ണിലേക്ക് ഇരച്ചു കയറി. ആ ചുണ്ടുകൾ എൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോവുമെന്ന് തോന്നി. പുറകിൽ നിന്നൊരു ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ ഞൊടിയിടയിൽ ഞങ്ങൾ രണ്ടുപേരും 2 ദിശയിലേക്ക് അകന്നു മാറി. ഞങ്ങൾ തിരിഞ്ഞു നോക്കി. പക്ഷെ പിന്നിലാരെയും കണ്ടില്ല.
അപ്പോഴാണ് ഒരു ആശ്വാസമായത്. പിന്നെ ചിരിയായിരുന്നു രണ്ടുപേരും കൂടെ. അവസാനം അങ്ങേര് കുളിക്കാൻ വേണ്ടി മുകളിലേക്കും ഞാൻ അടുക്കളയിലേക്കും പോയി. ആൻറ്റിയെ ഞാനൊന്ന് സ്കാൻ ചെയ്തു, വല്ലതും കണ്ടോന്നറിയണമല്ലോ. പക്ഷേ പുള്ളിക്കാരി ആ സീനിൽ ഇല്ലായിരുന്നെന്ന് മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി. ഗ്ലാസ് പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പൊട്ടിയതാ. ഇപ്പോഴാണ് സമാധാനമായത്. ആൻറ്റി എങ്ങാനും വല്ലതും കണ്ടിരുന്നെങ്കിൽ രണ്ടിനെയും കൂടെ പ്ലെയിനില്ലാതെ ഉഗാണ്ടൊക്കെ ഓടിച്ചേനെ. ഞാനും ചില്ല് പെറുക്കാൻ സഹായിച്ചു. ആൻറ്റി വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഞാൻ കേട്ടില്ല. കാരണം ഇനി പഴയതുപോലെ അല്ലല്ലോ. ഏത് അതൊക്കെ ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് നാണം വന്നു. പിന്നെ ആൻറ്റിയോട് യാത്ര പറഞ്ഞു പതിയെ വീട്ടിലേക്ക് നടന്നു. കാരണം വല്ലാത്ത വിശപ്പ്. മനസ്സമാധാനത്തോടെ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചായി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാവിയെക്കുറിച്ച് ചിന്തിച്ചത്. പൂജാരി പറഞ്ഞ പോലെ എനിക്കൊരു പിണ്ണാക്കും അറിയില്ല. തിന്നാനെങ്കിലും വല്ലതും ഉണ്ടാക്കാൻ പഠിക്കണം. അതിന് ഭക്ഷണക്കാര്യത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് നല്ല കുക്കും വയറുകൊണ്ട് നല്ല കസ്റ്റമറുമാണ്. അതിൽ കൂടുതൽ വേറെ ഡെക്കറേഷനിൽ ആ കാര്യത്തിൽ അത് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുക. അതുകൊണ്ട് ഇപ്പം ആലോചിച്ചാൽ ശരിയാവില്ല. പിന്നെ അങ്ങോട്ട് സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. പൂജാരി ആൻറ്റിയൊക്കെ കുപ്പിയിലാക്കാൻ വേണ്ടി ഞാൻ നൈസായിട്ട് ഓരോ പണിയൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ പാചകം മാത്രം നമ്മുടെ ഏരിയയിലാന്ന് ഓരോ തവണ ഞാൻ തെളിയിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ പിന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ പട്ടിണിക്കിട്ട് കൊല്ലരുതെന്ന് അച്ഛനും കുട്ടൂസും ഒക്കെ മാറി മാറി യാചിച്ചു. പക്ഷേ ഞാൻ പിന്മാറിയില്ല. എന്നും കൃത്യമായി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നുകൊണ്ടിരുന്ന ആളാണ് അച്ഛൻ. കാരണം അമ്മയുടെ കൈപ്പുണ്യം അത് അപാരമാണ്. ആ അച്ഛനിപ്പോൾ വഴിതെറ്റിപ്പോലും ഇതുവഴി വരാറില്ല. ഇപ്പോൾ ഉച്ചക്ക് പുറത്തുനിന്നാണ് കഴിപ്പ്. കുട്ടൂസ് ഇപ്പോൾ ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് വന്നു കയറിയാൽ തുടങ്ങും അതിനെ പൊക്കി പറയാൻ. എന്തിനേറെ പറയുന്നു, സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന പട്ടിയും പൂച്ചയും എന്തിന് ഈച്ച പോലും ഈ വഴിക്ക് വരാതെയായി. പക്ഷെ ഞാൻ തളർന്നില്ല. യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അല്ല പിന്നെ ഒരു ദിവസം ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിക്കാതെ കടുകിട്ട് പൊട്ടിക്കാൻ നോക്കിയത് ഓർമ്മയുള്ളൂ. വലിയൊരു ശബ്ദം കേട്ടതും ഒരൊറ്റ ചാട്ടത്തിന് ഞാൻ മുറ്റത്തെത്തി. നോക്കുമ്പോൾ അച്ഛനും കുട്ടൂസും ഒക്കെ 4 വഴി ഓടുന്നു. എന്തിനേറെ മുറ്റത്തുനിന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന അങ്കിൾ വരെ ഓടി അകത്ത് കയറി. ആ കാഴ്ച കണ്ട് എന്നിലെ പാചകക്കാരി എന്നെ നോക്കി കൊഞ്ഞനും കുത്തി. ഞങ്ങളൊക്കെ പുറത്തോട്ട് ഓടിയപ്പോൾ അമ്മ പുറത്തുനിന്ന് അകത്തോട്ടാണ് ഓടിയത്. യെസ്, ഐ റിയലൈസ്ഡ്. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഞാനങ്ങ് കാഞ്ഞു പോയ അമ്മ സഹിക്കും. പക്ഷെ അമ്മ താഴത്തും തലയിലും വെക്കാതെ കൊണ്ടെടുക്കുന്ന അടുക്കളക്ക് വല്ലതും പറ്റിയ ചവിട്ടി നടുപൊടിക്കും പുള്ളിക്കാരി. അമ്മയുടെ കാഴ്ചപ്പാടിൽ പാചകം ഒരു കലയാണ്. പക്ഷെ ആ കാര്യത്തിൽ ഞാനൊരു കലാകാരിയല്ല, ഒരു കലാപകാരിയാണ്. അന്ന് ഗെറ്റ് ഔട്ട് അടിച്ച അടുക്കളയിൽ നിന്ന് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും ഞാൻ ഏരിയയിലേക്ക് പോയിട്ടില്ല. അല്ല, കയറ്റിയിട്ടില്ല. പാചകത്തിൽ ആദ്യമായിട്ട് ഒരു രമ്യതയിൽ എത്താമെന്ന് ഞാൻ തീരുമാനിച്ചു. തൽക്കാലം അച്ഛനെയും കുട്ടൂസിനെയൊക്കെ വെറുതെ വിടാമെന്ന് കരുതി. കാര്യങ്ങളൊക്കെ വീണ്ടും പഴയ പോലെയായി. എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ പറയാൻ തീരുമാനിച്ചു. പക്ഷെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു കല്യാണാലോചനയ്ക്ക് വന്നപ്പോൾ അത്രയും നീട്ടിക്കൊണ്ടുപോകുന്നത് സേഫ് അല്ലാന്ന് തോന്നി. വന്ന ആലോചന ഞാനും പൂജാരിയും കൂടെ കഷ്ടപ്പെട്ട് പൊളിച്ചു. അങ്കിളിൽ നിന്ന് അച്ഛനോട് സംസാരിക്കാൻ നേറ്റിട്ടുണ്ട്. അത് ഇന്നലെ പൂജാരി പറഞ്ഞപ്പോൾ തൊട്ട് മനുഷ്യനൊരു സമാധാനമില്ല. നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പോലെ. പൂജാരിക്കാണെങ്കിൽ ഒരു കുലുക്കമില്ല. ക്ലാസ്സിൽ പോകാതിരുന്നാൽ ശരിയാവില്ല. ഇവിടെ ഇരുന്ന് ഉരുകി ചാവും. അതുകൊണ്ട് കോളേജിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ കോളേജിൽ പോയിട്ടും വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു. ടെൻഷൻ കൂടിയപ്പോൾ ചുമ്മാ ഫോണെടുത്ത് പൂജാരിയെ വിളിച്ചേ ഓർമ്മയുള്ളൂ. തെറി പറഞ്ഞ് കൊന്നില്ലാന്നേ ഉള്ളൂ അങ്ങേര്. ഇതൊക്കെ എന്തിൻ്റെ കുഞ്ഞാണോ എന്തോ. എൻ്റെ അമ്മോ, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? വീട്ടിലെത്തി അമ്മേനെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. ഇവിടെ അറിഞ്ഞിട്ടില്ല. അച്ഛൻ വന്നു കയറിയതും ഒരുമാതിരി ലേബർ റൂമിൻ്റെ മുന്നിലിരിക്കുന്ന ഫീലിംഗ് ആയിരുന്നു. അച്ഛനും അമ്മയും ഒന്നിച്ചിരിക്കുമ്പോഴെല്ലാം ഞാൻ വെള്ളം കുടിക്കാൻ പോയിക്കൊണ്ടിരുന്നു. അവസാനം അമ്മ നോക്കി പേടിപ്പിച്ചപ്പോൾ പിന്നെ ഒളിച്ചിരുന്ന് കേൾക്കാൻ തുടങ്ങി. ഓരോരോ ഗതികേട്. പക്ഷെ എനിക്ക് കേൾക്കേണ്ടതൊന്നും അവർ പറയുന്നില്ല. ഇനി അങ്കിളൊന്നും പറഞ്ഞില്ലേ? അങ്ങേരെ വിളിച്ചാലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ മുട്ട് വിറക്കുക. പണ്ടാരും വേണ്ടായിരുന്നു. കുറേ നേരം കാത്തിരുന്നു. എന്നിട്ടും പൂജാരി വിളിക്കാത്ത കണ്ടപ്പോൾ ഇനി 2 കേട്ടാലും വേണ്ടില്ല. എന്നാൽ ഇങ്ങനെ ഒന്നും അറിയാതിരിക്കാൻ വയ്യെന്നോർത്ത് ഞാൻ ഫോണെടുത്ത് പൂജാരിയെ വിളിച്ചു. നിനക്കൊന്നും ഓർക്കല്ലേടി? ഫോണെടുത്ത് ഇതായിരുന്നു പ്രതികരണം. അത് ഞാൻ ആ തന്തപ്പിടി എന്ത് പറഞ്ഞു എന്നറിയാനായിരിക്കും അല്ലേ? ഞാൻ മനസ്സിൽ കണ്ടത് അങ്ങേര് മാനത്ത് കണ്ടു. അങ്ങേരൊന്നും പറഞ്ഞില്ല, ആലോചിക്കാന്ന് പറഞ്ഞു. ഇനി എൻ്റെ മോള് പോയി ഉറങ്ങിക്കോ, ഞാൻ സ്റ്റേഷനിലാണ്, നമുക്ക് നാളെ കാണാം. അപ്പം അച്ഛന് സമ്മതക്കുറവൊന്നുമില്ല. സമാധാനായി. ഇന്ന് കാണാമെന്ന് പറഞ്ഞെങ്കിലും കാണാൻ പറ്റിയില്ല. വൈകുന്നേരം രാവിലെയൊക്കെ ഞാൻ വരവ് പ്രതീക്ഷിച്ചു. പക്ഷേ കണ്ടില്ല. തിരക്കിലാവെന്നറിയുന്നതുകൊണ്ട് ഞാൻ വിളിക്കാനും നിന്നില്ല. രാവിലെ തന്നെ അച്ഛനും അങ്കിലും സംസാരിക്കുന്ന കണ്ട് എൻ്റെ തലയിൽ 4-5 മഞ്ഞ ബൾബുകൾ ഒന്നിച്ചങ്ങ് കത്തി. പതിവ് പോലെ തന്നെ നിരീക്ഷണ ഒളിഞ്ഞു കേൾക്കലൊക്കെ ഞാൻ നടന്നെങ്കിലും
വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല. പൂജാരി വിളിച്ചപ്പോൾ പറഞ്ഞു സംഗതി വിചാരിച്ച പോലെയല്ല, ഡാർക്കാണ്. അച്ഛന് വലിയ സമ്മതമൊന്നുമില്ല. കാരണം പൂജാരി പേര് കൊണ്ട് റിച്ചാണെങ്കിലും ജാതി കൊണ്ട് ഒരു പടി താഴെയാണ്. എന്ന് വെച്ചാൽ തീയരാണ്. ഓരോ പൊല്ലാപ്പ്. പക്ഷേ മൂപ്പർക്ക് വലിയ കുലുക്കൊന്നുമില്ല. ഒക്കെ വരുന്നോടത്ത് വെച്ച് കാണുന്ന മൈൻഡാണ്. എൻ്റെ ടെൻഷൻ കണ്ടപ്പോൾ നാളെ പുള്ളിക്കാരൻ നേരിട്ട് സംസാരിക്കാം, ഒക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും എൻ്റെ ചെവി കൂടെ പോയില്ല. ഇനി ചൊറിയാൻ നിന്ന തെറി കേൾക്കുന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാനും പോയില്ല. ഇന്ന് ക്ലാസ്സില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ പൂജാരിയുടെ വീട്ടിലേക്ക് നടന്നു. കാരണം അങ്ങേര് പോകുന്നതിന് മുമ്പ് അച്ഛനോട് സംസാരിക്കുന്ന കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് പോകുന്ന അമ്മ കണ്ടാൽ ചിലപ്പോൾ തടയും. അതുകൊണ്ട് അമ്മ കാണാതെ ചാടി. വീട്ടിൽ ചെന്ന് ആദ്യം തല കാണിച്ച് നേക്കിൽ ഞാൻ പൂജാരിയുടെ റൂമിലേക്ക് ചെന്നൊക്കെ സംസാരിച്ച് സെറ്റാക്കി. അമ്മ കാണാതെ പോകുന്നതുകൊണ്ട് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ വേഗം വീട്ടിൽ പോകാൻ റെഡിയായി. അപ്പോഴാണ് പുറത്തുനിന്ന് വാണം പോലൊരു സാധനം പാച്ചാന്ന് വിളിച്ചുകൊണ്ട് ഓടി അകത്തേക്ക് കയറിയത്. എൻ്റെ അമ്മ ഇത് കുത്തുവോ? കയറി നേരെ ചെന്ന് എൻ്റെ പുറകിൽ നിൽക്കുന്ന പൂജാരിയുടെ മേലോട്ട് വീണു. ഇനി ഇതേതാണ് ഈശ്വര പുതിയ കുരിശ്? ഒന്ന് വന്ന് ഇപ്പോഴങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ ഇടയിലാ പുതിയതൊന്ന്. പെണ്ണാണെങ്കിൽ പൂജാരിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽപ്പാണ്. അങ്ങേരാണെങ്കിൽ ആ കുരിപ്പിനെ തട്ടി താഴെയിടതിൻ്റെ പകരം ഇളിച്ചുകൊണ്ട് നിൽക്കുന്നു. ഹാ നീയപ്പോ വന്നടി. ഇങ്ങനെ കണ്ണൂടെ ദേ ഇപ്പോഴല്ല മനുഷ്യ കുരിപ്പ് വന്ന് കയറിയത്. ഇപ്പൊ ലാൻഡിങ്ങാണ് മോനെ. ഓ അപ്പൊ വന്ന് ഇങ്ങനെ തള്ളയാണോ? ഞാൻ നോക്കി പേടിപ്പിക്കുന്ന കണ്ടിട്ടാണോ അങ്ങേരെ അവളെ മെല്ലെ പിടിച്ചു മാറ്റി. എന്നിട്ട് എനിക്ക് ആളെ പരിചയപ്പെടുത്തി തന്നു. ഷാലി ഇതെന്റെ മാമന്റെ മോളാ പപ്പി. എങ്കിലും ഉള്ളിലെ ദേഷ്യം പുറത്ത് കാണിക്കാതെ ഞാനൊന്ന് ഇളിച്ച് കാണിച്ചു. പക്ഷെ കുപ്പി എന്നെ ഒന്ന് ചുഴിഞ്ഞ് നോക്കിയതേ ഉള്ളൂ. കുപ്പിയുടെ നോട്ടം കണ്ടിട്ടാവണം പൂജാരി എന്നെ തിരിച്ചു പരിചയപ്പെടുത്തി. പപ്പി ഇത് വൈശാലി. ഇതേതാ മുതൽ? ഇവിടെ അടുത്തുള്ളതാണോ? ആ പറഞ്ഞെനിക്ക് വലിയ ഇഷ്ടമായില്ല. ഞാൻ പൂജാരിയെ നോക്കിയപ്പോൾ അങ്ങേര് വെറുതെ ഒന്ന് കണ്ണടച്ച് കാണിച്ചു. ഇവളെന്താ ഇവിടെ? ഇവളെ ഞാനിന്ന് ഇതൊക്കെ ചോദിക്കാൻ ഇവളാറി കുട്ടിപ്പിശാജ്. എൻ്റെ ഓരോ രോമകൂപത്തിൽ അസൂയ മുള പൊട്ടി. കാരണം പൂജാരി അങ്ങനെ പൊതുവെ പെൺകുട്ടികളോടൊന്നും വലിയ അടുപ്പം കാണിക്കാറില്ല. പക്ഷെ ഇവളോട് പതിവിന് വിപരീതമായിട്ട് എന്തോ ഒരു അടുപ്പം. ഇതിൻ്റെ നിൽപ്പുവശം കണ്ടിട്ട് ആളത്ര വെടിപ്പല്ല. ഇവളെൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഞാൻ പൂജാരിയെ രൂക്ഷമായിട്ട് നോക്കി താഴേക്ക് നടന്നു. താഴെ ജന്തുവിൻ്റെയാണെന്ന് തോന്നുന്നു. കുറേ പെട്ടിയും വട്ടിയും ഒക്കെ ഉണ്ട്. ഇതൊരു ലോറിക്കുണ്ടല്ലോ. എന്നാൽ പിന്നെ ഇതൊരു സഞ്ചരിക്കുന്ന വീടായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചൂടെ ഈ പിശാചിന്? ഇനി അവള് സ്ഥിരതാമസത്തിനെങ്ങാനും വന്നതാണോ? ആണെങ്കിൽ ഇവിടെ ഒരു കൊലപാതകം നടക്കും. മാമൻ്റെ മോളെന്ന് പറയുമ്പോൾ മുറപ്പെണ്ണ്. ഇവളൊരു പാരയാകുമോ ഈശ്വര? ദൈവമേ എന്നെ അങ്ങ് എടുത്തോ. അല്ല പിന്നെ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഞാൻ ചവിട്ടിക്കുലുക്കി വീട്ടിലേക്ക് നടന്നു. അതേസമയം മാമൻ്റെ മോളുടെ മനസ്സിലും ചില തന്ത്രങ്ങൾ മെനയുകയായിരുന്നു.